അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ വിഷയം അള്ളാഹുവിന് വേണ്ടി നമ്മൾ എത്രത്തോളം ഒരുങ്ങുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത നമുക്കൊക്കെ ഉണ്ടാവണം. നമ്മുടെ പടച്ച തമ്പുരാൻ നമ്മളെ സൃഷ്ടിക്കുകയും സകലമാന സൗകര്യങ്ങൾ നമുക്ക് ഏർപ്പെടുത്തി തരുകയും നമുക്കെല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകുന്ന നമ്മുടെ റബ്ബ്, ആ അള്ളാഹുവിനെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം. ആ അള്ളാഹുവിനെ നമ്മൾ ഓർക്കണം. ആ അള്ളാഹുവിനെ നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഇബാദത്തുകൾ ചെയ്യണം. അള്ളാഹുവിനക്ക് വേണ്ടി നമ്മൾ കരയാൻ തയ്യാറാകണം. അള്ളാഹ്ക്കത് ഇഷ്ടമാണ്. കാരണം നമ്മൾ അങ്ങനെ അള്ളാഹു നമ്മളെ പഠിച്ചു. യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മളെ പഠിച്ചത് അള്ളാഹിൻ്റെ കൽപ്പനക്കനുസരിച്ച് ജീവിക്കാനാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്ക് പിശാചിൻ്റെ ദുർബോധനം കാരണം ഇബാദത്തുകൾ, തെറ്റുകൾ, ചിലതൊക്കെ ചെറിയ തെറ്റുകളൊക്കെ നമ്മളിൽ നിന്ന് സംഭവിക്കാം. അള്ളാഹുവിൻ്റെ സ്മരണയില്ലാത്ത സമയങ്ങൾ നമുക്കുണ്ടാകാം. മനുഷ്യരാണല്ലോ നമ്മൾ. പക്ഷേ അതൊക്കെ പ്രശ്നമല്ല. എങ്ങനെയാകുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ ഇതിങ്ങനെ ആ ഒരു സങ്കടം അള്ളാഹുവിനോട് പറയണം. അള്ളാഹുവിനോട് വേണ്ടി കരയണം. യഥാർത്ഥത്തിൽ അള്ളാഹു അങ്ങനെ ഒരു വലിയ അക്രമിയൊന്നുമല്ല. അള്ളാഹു നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കൊന്നുമല്ല. ഇത്രത്തോളം അനുഗ്രഹം നമുക്ക് ചെയ്ത അള്ളാഹുവിനെ നമ്മൾ ഓർക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബുദ്ധി അതാണല്ലോ സമ്മതിക്കുന്ന വിഷയം. നമ്മുടെ ബുദ്ധി ഉൾക്കൊള്ളുന്ന, ബുദ്ധി പറയുന്നൊരു വിഷയമുണ്ട്. ഇത്രത്തോളം അനുഗ്രഹം ചെയ്ത അള്ളാഹുവിനെ എന്തുകൊണ്ട് നീ ഓർക്കുന്നില്ല എന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ബുദ്ധി നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹു നൽകിയതാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഒരു സംഭവം, ഒരു ചരിത്രം മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയ സമയത്ത് 300 കൊല്ലം ആദം നബി അലൈഹിസ്സലാം കരഞ്ഞു എന്നാണ്. അള്ളാഹുവിനോടുള്ള ലജ്ജ കാരണം സ്വർഗത്തിൽ നിന്ന് തിന്നരുതെന്ന് പറഞ്ഞ പഴം തിന്നതിൻ്റെ പേരിലാണ് ആദം നബി അലൈഹി സ്വലാം ഭൂമി ലോകത്തേക്ക് വരുന്നത്. ആ ഒരു കാരണം കൊണ്ട് ആദം നബി അലൈഹി സ്വലാം ആകാശത്തേക്ക് പോലും നോക്കാൻ ലജ്ജയായിരുന്നു എന്ന് കാണാം. മാത്രമല്ല, ആദം നബി അലൈഹി സ്വലാം ഇറക്കപ്പെട്ടത് ഇന്ത്യയിലാണ്. പഴയ ഇന്ത്യ ശ്രീലങ്ക കൂടി ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമായിരുന്നു. ആ ശ്രീലങ്കയിലെ ഒരു മലയുടെ മുകളിലാണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഇറക്കിയത്. അതാണ് ചരിത്രത്തിലെ പ്രബല അഭിപ്രായം. അതാണ് ആ മല ഇന്ന് ആദം മല എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ മലൻ്റെ മുകളിൽ 100 കൊല്ലം സുജൂദിലായി തന്നെ ആദം നബി അലൈഹി ഇസ്ലാം കടന്നതാണ്. 100 കൊല്ലം ആദം നബി അലൈഹി ഇസ്ലാമിന് കഴിയുന്നതാണ്, പ്രവാചകന്മാർക്ക് കഴിയുന്നതാണ്. നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് അങ്ങനൊന്നും ചിന്തിക്കാൻ കഴിയൂല. ആദം നബി അലൈഹി ഇസ്ലാം കരഞ്ഞ് കണ്ണുനീര് ഒലിച്ച് ഒരു ദ്വീപ് പ്രത്യക്ഷപ്പെടുന്നതുവരെയും അദ്ദേഹം കരഞ്ഞു എന്നാണ്. കണ്ണുനീരിനാൽ ഒരു ദ്വീപ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. സറന്ദീപ് എന്ന് പറഞ്ഞൊരു ദ്വീപ്. അള്ളാഹു താല ആ ഒരു താഴ്വരയിൽ നിന്ന് അള്ളാഹു താല
മുളപ്പിച്ച പ്രധാനപ്പെട്ട 2 വിലപിടിപ്പുള്ള വസ്തുക്കളാണ് ചൈനീസ് കറുവപ്പട്ടയും അതുപോലെ ഗ്രാമ്പും. ഈ 2 സാധനം ആദം നബി അലൈഹിസ്സലാമിൻ്റെ കണ്ണുനീരിൽ നിന്ന് വളർന്നു വന്ന ചെടികളാണ്. ആ കണ്ണുനീരിൽ നിന്ന് പക്ഷികൾ കുടിച്ചു. പക്ഷികൾ കുടിച്ചപ്പോൾ പക്ഷികൾ ഇങ്ങനെ പറയാണ്, ലം നശ്റബ് ഷറാബൻ അഅ്ളമു മിൻ ഹാദാ, ഇതിനേക്കാൾ മഹത്തുള്ള ഒരു വെള്ളവും ഞങ്ങൾ കുടിച്ചിട്ടില്ല എന്ന് പക്ഷികൾ പറയുന്നത് മഹാനായ ആദം നബി അലൈഹി സ്വലാം കേട്ടു. ആദം നബി അലൈഹി സ്വലാം വിചാരിച്ചു, അന്നഹും യസ്ഖറൂന മിൻഹു ലിയസ്യാനി, ഞാനൊരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ എന്നെയാണ് ഈ പക്ഷികൾ പരിഹസിക്കുന്നത് എന്ന് ആദം നബി അലൈഹി സ്വലാം വിചാരിച്ചു. അപ്പോഴാണ് ഫഔഹല്ലാഹു തആല ഇലൈഹി, ആദം നബി അലൈഹി സ്വലാമിന് അല്ലാഹു വഹീ പറഞ്ഞു കൊടുക്കുന്നത്, യാ ആദമു ഇന്നി ലം അഖ്ലുഖ് ശറാബൻ അലദ്ദു വ അഅ്ളമു മിൻ മാഇ ഉയൂനിൽ ഉസാറ്റി. ആദമേ, ആദം നബിയെ, ഞാൻ സൃഷ്ടിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും മഹത്വമുള്ള ഏറ്റവും രുചികരമായ വെള്ളം കുറ്റവാളികളുടെ കണ്ണുനീരിൽ നിന്ന് ഉള്ള പാനീയമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവർ അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്തവരാണ്. അള്ളാഹു വേണ്ടി കരഞ്ഞ കണ്ണുനീരാണല്ലോ. അതുകൊണ്ട് അതിനൊരു ബഹുമതിയുണ്ട്, ബഹുമാനമുണ്ട്. അതാണ് പക്ഷികൾ പറഞ്ഞത്. ആദം നബി അലൈഹി സ്വലാമിന് ഇത് ബോധ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന് വേണ്ടി നമ്മൾ കരഞ്ഞാൽ, എന്തിന്? അള്ളാഹു ഒരു അക്രമിയാണ്, ഒരു വിരോപി, ഒരു വല്ലാത്ത ഒരു പരാക്രമിയാണ്. ആ ഒരു അർത്ഥത്തിലൊന്നുമല്ല. അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹത്തിന് നമുക്ക് നന്ദി ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം അള്ളാഹുവിനോട് പങ്കുവെക്കുക. അത് ആ ഒരു കാര്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് കരയാം. അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടാനും വേണ്ടി കരയാം. അള്ളാഹുവിനെ ഭയപ്പെടണം. എന്തിന്? അള്ളാഹുവിനോട് നമ്മൾ അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ പൂർണ്ണമായി നമ്മൾ നിറവേറ്റിയിട്ടില്ല എന്നുള്ളത് സമ്മതിച്ചുകൊണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും ആ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുന്ന നിർത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതായാലും അള്ളാഹുവിന് വേണ്ടി കരയണം. മറ്റൊന്ന്, അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്കൊരു നന്ദി, അങ്ങനെ ഒരു കരച്ചിൽ. ഈ 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ് കരയേണ്ടത്. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വീഡിയോ, ഇങ്ങനെയുള്ള വീഡിയോ ഓരോ ദിവസവും ഇങ്ങനെ ആളുകൾക്ക് ഉപകരിക്കുന്ന അറിവുകൾ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ വീഡിയോയെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം, നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് എത്തിക്കണം. ആരെങ്കിലുമൊക്കെ അവർക്ക് നന്മ ചെയ്താൽ ആ ഒരു നന്മ അത് നമുക്കും അവർക്കൊന്നും ചുരുങ്ങാതെ ഒരു അംശം നമുക്കും അള്ളാഹു തരുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടാവണം. എല്ലാവരും ദുആ ചെയ്യണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.